Mesmerizing wedding collection. Tejaswini by Chungat Jewelry. മാവേലി ജ്വല്ലറി അങ്കമാലി. അങ്കമാലി സെഫിന്റെ 4ാമത് പ്രഭാഷണ പരമ്പര ഇന്ത്യയിലെ പ്രശസ്ത മാധ്യമപ്രവർത്തകൻ വെങ്കടേഷ് രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മാധ്യമങ്ങൾ വാർത്തകളുടെ പൂർണ്ണമായ വിശദാംശങ്ങൾ പുറത്തു കൊണ്ടുവരുന്നില്ല. ശ്രീലങ്കയിലെ അദാനിയുടെ ഊർജ്ജ പദ്ധതിയും ബംഗ്ലാദേശിലെ അദാനിയുടെ തുറമുഖ പദ്ധതിയും 2 സർക്കാരുകളെയും ജനങ്ങൾ തൂത്തെറിഞ്ഞു. ഇതിന് നന്ദി പറയേണ്ടത് നരേന്ദ്രമോദിയോടാണ്. എന്നാൽ ശ്രീലങ്കയിൽ പുതുതായി വന്ന സർക്കാർ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരല്ല എന്നതാണ് വസ്തുത. ഡിസനായിക്കയുടെ ചരിത്രം പരിശോധിച്ചാൽ ഇത് വ്യക്തമാകുന്നതാണ്. ഇതിന്റെ വിശദീകരണം ഇന്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നും പ്രശസ്ത മാധ്യമപ്രവർത്തകൻ വെങ്കടേഷ് രാമകൃഷ്ണൻ പറഞ്ഞു. സ്വന്തമായ നിലയിൽ അസത്യങ്ങളും അർദ്ധസത്യങ്ങളും സത്യാനന്തര കാലത്തിന് വേണ്ടി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് ദിസ് ഇസ് നോട്ട് സംതിങ് വിച്ച് ഹസ് ഹാപ്പൻ റീസെൻ്റ്ലി. ഓൺലി തിങ് ഈസ് ഇറ്റ് ഹസ് ബിക്കം ദി കൈൻഡ് ഓഫ് പേസ് ഹസ് ബിക്കം മോർ ആൻഡ് മോർ നൗ. ആൻഡ് നമ്മളുടെ ഒന്നും നിയന്ത്രണത്തിൽ നിൽക്കാത്ത സ്ഥിതിയിലേക്ക് ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു കാലത്ത് നിന്നുകൊണ്ട് രാജ്യത്തെയും ലോകത്തെയും മാധ്യമപ്രവർത്തനത്തെയും ഒക്കെ നോക്കിക്കാണാൻ വേണ്ടി നിൽക്കുന്ന നിങ്ങൾ എന്ത് വഴി സ്വീകരിക്കണമെന്ന് വളരെ ആലോചിച്ച് വേണം തീരുമാനിക്കാൻ എന്ന് മാത്രമാണ് ഞാനിപ്പോൾ ആമുഖമായി പറയുന്നത്. എനിവേ, ഡീപ് സ്റ്റേറ്റ് ഇസ് സർക്കാരുകൾ മാറി മാറി വരും അല്ലേ? സർക്കാരുകൾ മാറി മാറി വരും. ഇന്ത്യയുടെ ചരിത്രത്തിൽ പല സർക്കാരുകൾ മാറി വരും. പക്ഷേ ഇവരെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ഭരണവർഗമുണ്ട്. അതിൽ ഒരുപാട് താല്പര്യങ്ങളുണ്ട്. അതിൽ കമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട്, കോർപ്പറേറ്റ് ഇൻട്രസ്റ്റ് ഉണ്ട്, ഭരണത്തിനകത്തുള്ള ബ്യൂറോക്രസിയുടെ താല്പര്യങ്ങളുണ്ട്. ഇതിനൊക്കെ കൂടെ പറയുന്ന പേരാണ് ഡീപ്പ് സ്റ്റേറ്റ്. അതിൻ്റെ ആ ഡീപ്പ് സ്റ്റേറ്റ് പല ഓപ്പറേഷൻസും നടത്തും. ഇപ്പോൾ അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റ് നടത്തുന്ന വലിയ വലിയ ഓപ്പറേഷൻസ് ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. സെഫ് പ്രസിഡന്റ് ജെയ്സൺ പാനികുളങ്ങര ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പലപ്പോഴും അറിയിക്കുന്നവരുടെ സ്വാതന്ത്ര്യം അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അറിയാനുള്ള നമ്മുടെ അവകാശവും അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. ആ അറിയിക്കാനുള്ള അവസരങ്ങളെ തുറന്നു കാണിക്കാൻ കെൽപ്പുള്ള, അതല്ലെങ്കിൽ അതിനെ നേരിടാൻ കഴിവുള്ള കുറച്ച് മാധ്യമപ്രവർത്തകരെങ്കിലും ഈ രാജ്യത്ത് ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെ ജീവിച്ചിരിക്കുന്ന മാധ്യമപ്രവർത്തകരിൽ എണ്ണം പറഞ്ഞ ഒരു മാധ്യമപ്രവർത്തകൻ നമുക്കിന്ന് പ്രഭാഷണം നടത്താനും വന്നിട്ടുണ്ട്. സേവ്യർ ഗ്രിഗറി, മാർട്ടിൻ മുണ്ടാടൻ, മാത്യു കോലഞ്ചേരി, PJ ബാബു, ജോണി പള്ളിപ്പാടൻ, വിൽസൺ MP, ഫ്രാൻസിസ് തച്ചിൽ, സജീവ് അരിക്കിൽ, ഡോക്ടർ നിജോമാഷ് തുടങ്ങിയവർ സംസാരിച്ചു.